ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പതിവിന് വിപരീതമായി മലയാളത്തിന് 5 പുരസ്കാരങ്ങൾ മാത്രം. മികച്ച മലയാള ചിത്രം സിദ്ധാർത്ഥ് ശിവയുടെ ഐൻ, പരിസ്ഥിതി ചിത്രം ജയരാജിന്റെ ഒറ്റാൽ. ഐനിലെ അഭിനയത്തിന് മുസ്തഫയ്ക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതത്തിന് ഗോപി സുന്ദറിന് പുരസ്കാരം ലഭിച്ചു. 1983 എന്ന മലയാള ചിത്രത്തിനാണ് ഈ പുരസ്കാരം. റിപ്പോർട്ടിലേക്ക്. വളരെ പ്രതീക്ഷയോടെയായിരുന്നു മലയാള സിനിമ 62ാമത് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം കാത്തിരുന്നത്. ദേശീയ തലത്തിലെ പ്രധാന പുരസ്കാരങ്ങളൊന്നും ഇത്തവണ മലയാളത്തിന് നേടാനായില്ല. മറാത്തി ചിത്രമായ കോർട്ട് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തപ്പോൾ മൂന്നാം ലിംഗക്കാരുടെ കഥ പറഞ്ഞ കന്നഡ ചിത്രം നാൻ അവളല്ല നാനുവിലെ അഭിനയത്തിന് സഞ്ചാരി വിജയ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ക്യൂൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കങ്കണ റാവത്തിനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. The best actor goes to Mr. Vijay for Naan Avanalla Avalu, a Kannada film. Best actress goes to Kangana Ranawat for a role in the film The Queen. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത ഐൻ ആണ് മികച്ച മലയാള ചിത്രം. 1983 എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയതിന് ഗോപി സുന്ദറിനും പുരസ്കാരം ലഭിച്ചു. ബെസ്റ്റ് മലയാള ഫിലിം ഐൻ, AIN, ഐൻ. പ്രൊഡ്യൂസർ എന്റർടൈൻമെന്റ്സ്, One Entertainment. Director സിദ്ധാർത്ഥ ശിവ. For background score, it is 1983 Malayalam film by the music. Background score is by Mr. Gopi Sundar. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ ആണ് മികച്ച പരിസ്ഥിതി ചിത്രം. ഇതേ ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ജോഷി മംഗലത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. ജയരാജിന്റെ ചിത്രം ഒറ്റാൽ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ജൂറി ചെയർമാൻ ഭാരതി രാജ പറഞ്ഞു. ஒரு ஃபீலிங்கை ஸ்ட்ரெயிட்டாக நம்ம எதிர்கொள்ளணும் தான் கஷ்டம். ஃபோட்டோகிராஃபியில் பொய்மை இல்லை, தெர் இஸ் நோ ஒப்பனை இல்லை, பொய்மை இல்லை, എവറിത്തിങ് ക്ലീൻ. സൈവം എന്ന തമിഴ് സിനിമയിലെ പാട്ടിലൂടെ പ്രശസ്ത ഗായകൻ പി ഉണ്ണികൃഷ്ണന്റെ മകൾ ഉത്തര ഉണ്ണി മികച്ച ഗായികയായി. ബോക്സിംഗ് താരം മേരി കോമിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച മേരി കോം എന്ന ചിത്രം മികച്ച ജനപ്രിയ ചിത്രമായി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ 3 അവാർഡുകളും മലയാളം നേടിയിട്ടുണ്ട്. സഞ്ജു സുരേന്ദ്രന്റെ കപില കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരവും സ്പെഷ്യൽ ജൂറി പുരസ്കാരം ജോഷി ജോസഫിനും നിത്യകല്യാണി ഒരു മോഹിനിയാട്ടം പദം എന്നതിന്റെ വിവരണത്തിന് അമ്പൂട്ടി ദേവിക്കും പുരസ്കാരം ലഭിച്ചു. ഐൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മുസ്തഫയ്ക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശവുമുണ്ട്. മലയാളത്തിൽ നിന്നും കലാമൂല്യങ്ങളുള്ള ചിത്രങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ടല്ല മലയാളത്തിന് ഇത്തവണ അവാർഡ് കുറയാൻ കാരണം. മറ്റു ഭാഷകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻമാരായ ഗോപി കടവല്ലൂരിനും ശൈലേഷ് കല്ലായ്ക്കുമൊപ്പം ബിജേഷ് നടുവിൽ. സിനിമയാണ് തഴയപ്പെട്ടതെന്ന് എനിക്കറിയില്ല, നല്ല സിനിമ തഴയപ്പെട്ടതെന്ന് എനിക്കറിയില്ല. 57 സിനിമ ഞങ്ങൾ കണ്ടു, 14 സിനിമ സെലക്ട് ചെയ്തു. 14 സിനിമ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയധികം മലയാള സിനിമകൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് അന്വേഷിച്ചേ കൊള്ളാം. ഏറ്റവും കൂടുതൽ മലയാള സിനിമ ഈ വർഷമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു പ്രാദേശിക ഭാഷയെന്ന് 15% സിനിമകൾ സെലക്ട് ചെയ്യാൻ പാടും. അതായത് ഞങ്ങളുടെ ജൂറിക്ക് മുമ്പിൽ 2 ഭാഷകൾ വന്നാൽ 30% മാക്സിമം. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് തന്നെ 14 സിനിമ സെലക്ട് ചെയ്തു. ഈ 14 സിനിമയിൽ ഏത് സിനിമയാണ് മോശം എന്ന് പറഞ്ഞാൽ കൊള്ളാം, സെലക്ട് ചെയ്യപ്പെടാത്ത സിനിമയെക്കാളും. പിന്നെ മഞ്ജു വാര്യരുടെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആ സിനിമയുടെ ഗുണം നോക്കി സെലക്ട് ചെയ്യാൻ പറ്റില്ല. മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ട് മാത്രം ഒരു സിനിമയെ നമുക്ക് അങ്ങോട്ട് എന്താ പറയാ ഫൈനൽ ജൂറിയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു വകുപ്പില്ല. ഞാൻ കുറച്ചുകൂടെ അർത്ഥം ഈ അവാർഡിന് കൊടുക്കുന്നു. കാരണം ഈ ചിത്രം ഒറ്റാൽ ഇതിൻ്റെ പ്രമേയം ബാലവേലയാണ് പരാമർശിക്കുന്നത്. എൻ്റെ പ്രമേയം പൂർണ്ണമായും ഒരു ചൈൽഡ് ലേബറാണ്. ഈ അവാർഡ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാനും ആൾക്കാർ കാണാനും അതിലൂടെ അവരുടെ മനസ്സിന് ഈ ചൈൽഡ് ലേബറിനെതിരെ റിയാക്ട് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർത്തും കൗതുകരമായ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ്. ബാലവേലയെക്കുറിച്ച് എടുത്ത അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് പരിസ്ഥിതിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ശ്രീ നന്ദ്യത് ഗോപാലകൃഷ്ണൻ, എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇതൊരു ഹാസ്യാത്മകമായി പോകുന്നില്ലേ? ചില ഹാസ്യങ്ങൾ സംഭവിച്ചു പോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിവിടുത്തെ പ്രാദേശിക ജൂറിയുടെ തെരഞ്ഞെടുപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞാൻ വിമർശിച്ചിട്ടില്ല. ഞാൻ അവരുടെ സെൻസിബിലിറ്റിയെക്കുറിച്ച് സംശയമുള്ള ആളൊന്നുമല്ല. പിന്നീട് സിനിമ എന്ന കലയെ ദൃശ്യകല എന്ന നിലയിൽ സമീപിക്കുന്ന നല്ല നിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഡോക്ടർ ബിജുവിനോട് ഞാനത് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. സെൻട്രൽ ജൂറിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു നിരീക്ഷണം നടത്തിയത്
ചില കാറ്റഗറിയിലേക്ക് നമുക്ക് പരിഗണിക്കപ്പെടുവാൻ വേണ്ടി ചില സിനിമകൾ കൂടി ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പങ്കുവച്ചത്. ഇനി രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ഒറ്റാലിൻ്റെ അവാർഡുമായി ബന്ധപ്പെട്ടാണ്. ഒറ്റാല് ഇപ്പോൾ ജൂറിക്കുള്ളിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് എനിക്ക് പുറത്തു പറയുവാൻ എൻ്റെ എനിക്കത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതിനോടൊപ്പം പക്ഷേ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റാല് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ജൂറി ഫീച്ചർ ഫിലിം ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമായിട്ട് പരിഗണിച്ചതാണ്. അത് വളരെ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മാത്രം അത് ഒഴിവാക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ സിനിമയ്ക്ക് ദേശീയ തലത്തിൽ മെച്ചപ്പെട്ട ഒരു അവാർഡ് വരണം എന്നുള്ളതുകൊണ്ട് ആ ജൂറിയിൽ തന്നെ ചില അഭിപ്രായം ഉയർന്നു. അതിനെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൻ്റെ വലിയ സംഭാവന ചരിത്രപരമായി തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഇന്ന് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുകൾ നടക്കുന്നത് മറാത്ത സിനിമയിലും തമിഴ് സിനിമയിലും ഉൾപ്പെടെയുള്ളിടത്താണ്. പ്രാദേശിക സംസ്കാരത്തിൻ്റെയും നാടോടി പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അംശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലാളിത്യത്തിൽ നിന്നുകൊണ്ട് സിനിമയെ പുതിയ വിശകലനങ്ങൾക്കും പുതിയ പാഠങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. അതൊക്കെ പുതിയ രാഷ്ട്രീയം സിനിമയിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം സിനിമകൾ നമ്മൾക്ക് മുമ്പേ നടക്കുന്നു ഇപ്പോൾ. അതൊരു പ്രധാന പ്രശ്നമാണ്. അത് ഈ വിലയിരുത്തലുകൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിനേക്കാൾ ഒരു മുൻഗണന അതിന് നൽകപ്പെടും. അത് സ്വാഭാവികമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇത്തരം പരീക്ഷണങ്ങൾക്ക് പറ്റിയ വേദിയും പ്രതലവുമുള്ള നമ്മുടെ സിനിമ അത്തരത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ചില ചലനങ്ങൾ എന്തായാലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളിൽ ഇവിടുന്ന് വന്ന സിനിമകളിലുണ്ട്. അല്ല, ഇത്തവണ ജയരാജൻ്റെ ചിത്രമുണ്ടായിരുന്നു, പ്രിയന്തൻ്റെ ചിത്രമുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചിത്രം കഴിഞ്ഞ തവണ പുരസ്കാരം കിട്ടിയതാണ്. അടുത്ത ചിത്രം ആവുന്നതേ ഉള്ളൂ. എല്ലാ വർഷവും അങ്ങനെ സിനിമകളുണ്ടാവില്ല. പക്ഷേ ഇത്തവണ വളരെ പ്രശസ്തരായ ജയരാജ് ഉൾപ്പെടെയുള്ള, പ്രിയന്തൻ ഉൾപ്പെടെയുള്ള, സിദ്ധാർത്ഥ് ശിവ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ തന്നെ സിനിമകൾ ഉണ്ടായിരുന്നത്, ശ്രദ്ധേയമായ സിനിമകളുണ്ടായിരുന്നു. ഒരാൾ പൊക്കം പോലെയുള്ള സിനിമകൾ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് മോശം സിനിമകളൊന്നും അല്ല ഉണ്ടായിരുന്നത്, നല്ല സിനിമകൾ തന്നെയൊക്കെയായിരുന്നു. രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മറ്റ് ഭാഷകളിൽ നിന്ന് ഇതിനെക്കാട്ടിലും വളരെ നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളുടെ നിർമ്മാണം, അത്തരം സിനിമകൾക്ക് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം. രണ്ട്, എനിക്ക് തോന്നുന്നു ഭാരതിരാജയെ പോലെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും മലയാള സിനിമയോടൊരു ചെറിയൊരു വിരോധം തോന്നേണ്ട പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് 3 കേസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിലിം മേക്കേഴ്സ് കൊടുത്തിട്ടുള്ള 3 കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകായുക്തയിലെ ഒരു കേസും ഹൈക്കോടതിയിൽ 2 കേസും നടക്കുന്നുണ്ട്. ഈ കേസുകൾ നടക്കുമ്പോഴാണ് അദ്ദേഹം ദേശീയ ചലച്ചിത്ര ചെയർമാനായിട്ട് സ്ഥാനമേൽക്കുന്നത്. അതിനെതിരെ പോലും നിരവധി പരാതികൾ കേരളത്തിൽ നിന്ന് പോയിരുന്നു. നടൻ സലീം കുമാറിനെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ പോലും പരിഗണനയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഒരാൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു പ്രശ്നമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയോടുള്ള ഒരു മനോഭാവത്തിൽ ഒരു പക്ഷേ ഇതൊക്കെ അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പ്രാദേശിക തലത്തിലുള്ള സിനിമകളുടെ നിർണയം അതുകൂടി ഇവരുടെ അടുത്ത് എത്തുന്ന സിനിമകൾ മാത്രമല്ലേ ഇവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിലെ പുരസ്കാരത്തിന് അർഹമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടിയാണ് പ്രാദേശിക ജൂറി വെച്ചിരിക്കുന്നത്. അല്ലാതെ 320 സിനിമകൾ മൊത്തം വരുമ്പോൾ ആ 320 സിനിമകളും സെൻട്രൽ ജൂറിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. ഇത് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ടുള്ള ശീലമാണ്, പുതിയൊരു ശീലമൊന്നുമല്ല. 320 സിനിമകൾ വരുമ്പോൾ ഒരു സെൻട്രൽ ജൂറിക്ക് 320 സിനിമകൾ കാണുക സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫിൽട്രേഷൻ എന്നുള്ള രീതിയിൽ മികച്ച സിനിമകൾ മാത്രം മുകളിലേക്ക് എടുക്കുവാനായിട്ട് വളരെ മികച്ച, ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അല്ലാതെ ഈ പ്രാദേശിക ജൂറി വേറൊരു സ്ഥലത്തിരുന്ന് കാണുകയും സെൻട്രൽ ജൂറി വേറൊരു സ്ഥലത്തിരുന്ന് കാണുകയും ഒന്നുമല്ല. ഇതെല്ലാം ഡൽഹിയിൽ തന്നെയാണ് നടക്കുന്നത്.